ഏട്ടാ, കുഞ്ഞനങ്ങുന്നുണ്ട്. തൊട്ടു നോക്ക്. ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മുൻപത്തെ പോലെയൊന്നല്ല, എനിക്കറിയാം. എന്നാൽ നമ്മൾ ഫ്യൂച്ചർ മുന്നിൽ കാണണമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന വിധമൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ 25 വർഷം ജോലി ചെയ്ത ഓഫീസിലെ ആൾക്കാർ അച്ഛനെ കള്ളനെന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എങ്ങനെയാ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക? എനിക്ക് ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടാ, ഏട്ടാ ഒന്ന് നിന്നെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ ഓടാൻ പാടുണ്ടോ? എന്നോട് ദേഷ്യപ്പെട്ട് ചോറെടുക്കാതെ വന്നത് അതുകൊണ്ടാ. നിന്നോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ യമുന? അങ്ങനെ ചെയ്ത് ഞാൻ എങ്ങോട്ട് പോവാനാ? ഏട്ടന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം നീയാണ് യമുന. ശരി വാ. എന്തേ കാണിക്കുന്നേ? ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. കാണുന്നവരെന്താ വിചാരിക്കുക? എന്താ എന്റെ ഭാര്യയല്ലേ ഞാൻ എടുത്തോണ്ട് പോകുന്നത്? എന്ത് കഷ്ടം. മോനെ, ഒരു കാര്യം പറയാനുണ്ട്. നീ ഓഫീസിൽ വന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന പറയാം. നിന്റെ അച്ഛൻ ഫയൽ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓഫീസർ എന്തോ കൊടുത്തുവെന്നും അതെവിടെയോ മറന്നു വെച്ചോന്നും പറയാറുണ്ടായിരുന്നു. എന്തു പറ്റി? എന്താ ഒരു വല്ലായിക? അല്ല സാറ്, പണം എവിടെയാ വെച്ചെന്ന്. പണമോ? ഏത് പണം? അതൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നു. അല്ല, പണത്തെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ വീണ്ടും ഒന്നുമില്ല. ചോദിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി ഒഴിഞ്ഞു മാറി. ഞങ്ങളുടെ ഓഫീസറെ പോയി കണ്ട അതിനൊരു ക്ലാരിറ്റി കിട്ടും. ഒരു വലിയ ബാഗ് വല്ലതും